ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊടികുത്തി വാഴുകയാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. പഞ്ചായത്തിലെ ഇടതുമുന്നണി ഭരണം അഴിമതി നിറഞ്ഞതാണെന്നും അവതരിപ്പിച്ച ബജറ്റിന് പേപ്പറിന്റെ വില പോലുമില്ലെന്നും മാട്ടിറച്ചി സ്റ്റാളുകളിലെ ലേലത്തിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്നത് വലിയ ക്രമക്കേടാണെന്നും ബി.ജെ.പി. ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏരൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. തുടങ്ങേണ്ടെന്നുള്ള അഭിപ്രായമൊന്നും ബി.ജെ.പിക്കില്ല. നമ്മുടെ നാട്ടിൽ അത്തരം വികസനത്തിനും മാലിന്യ സംസ്കരണത്തിനൊക്കെ സ്ഥാപനങ്ങൾ വരണം. അത് നിയമപരമായ രീതിയിൽ ആ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ സാമാന്യമായ എല്ലാ മര്യാദകളും പാലിച്ച് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അത്തരം നിക്ഷേപകരായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ സമ്പത്തിറക്കി ബിസിനസ് ചെയ്യുന്ന ആളുകളെ അന്യായമായി പ്രോത്സാഹിപ്പിക്കുന്നു. സാധാരണമല്ലാത്ത പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇവിടുത്തെ സാധാരണ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു പോസ്റ്റൊക്കെ വേണ്ടി വരുന്ന താമസം നമുക്കറിയാം. സാധാരണക്കാർ അത്ര ആവശ്യങ്ങൾ കയറി ഇറങ്ങുന്നതിനെ സംബന്ധിച്ചറിയാം. 27 പോസ്റ്റ് വനഭൂമിയിലൂടെ അതുപോലെ തന്നെ ഓയിൽ ഫാമിൻ്റെ ഭൂമിയിലൂടെ വളരെ ലളിതമായ വ്യവസ്ഥകളോടുകൂടി ദിവസങ്ങൾക്കുള്ളിൽ ഇട്ടു കൊടുത്തു എന്നുള്ളതാണ്. അതൊക്കെ അതിൻ്റെ പിന്നിലൊന്നും അഴിമതിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയും. അഴിമതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രകടമായതാണ്. അഴിമതിയുടെ ഒരു ഉപോൽപ്പന്നമാണ് അനധികൃതമായി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. അനധികൃതമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അഴിമതി നടത്തുന്നതിന് ഉപകാരം അത്തരം ആളുകൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഏരൂർ പഞ്ചായത്തിൽ ഉണ്ടായതുകൊണ്ട് നിരവധി സമരങ്ങൾ ഏരൂർ പഞ്ചായത്ത് ഫേസ് ചെയ്യുകയാണ്. അതുപോലെ പഞ്ചായത്തിൽ നടത്തുന്ന നിയമനങ്ങൾ, പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്ററുകളിൽ നിയമനങ്ങൾ നടത്തുന്നുണ്ട്. ഹോമിയോ ആശുപത്രി അടക്കമുള്ള ആശുപത്രികളിൽ നിയമനങ്ങൾ. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഖിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുമൻ ശ്രീനിവാസൻ, ആലഞ്ചേരി ജയചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ള, മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രലേഖ, നേതാക്കളായ വിഷ്ണു, കൃഷ്ണൻകുട്ടി, സുരേഷ് ബാബു, സുജാത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ബജറ്റിൽ ഉൾപ്പെടുത്താനടക്കം ബി.ജെ.പി. നൽകിയ നിർദ്ദേശങ്ങളും പഞ്ചായത്തിലെ കോട്ടങ്ങളും ഉൾപ്പെടുന്ന കുറ്റപത്ര സമർപ്പണവും നടത്തി. നാട്ടുവാർത്ത, ഏരൂർ.